ഗൈസ് കണി ഒരുക്കി ഫ്രസ്ട്രേഷൻ ആയിക്കൊണ്ടിരിക്കണായിരുന്നു ദുഷ്യബിനെയും മമ്മിയും കൂടെ. ഇതിപ്പോൾ എന്തൊക്കെ വെക്കണമെന്ന് ഇവർക്ക് ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ കണി ഫുള്ളായിട്ടില്ല, നാളത്തേക്ക് സമയം. സീരിയസ് ആയിട്ട് ഫോണൊക്കെ നോക്കി പഠിച്ചിട്ടിരിക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് വിഷുവാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. സോ നമ്മൾ രാവിലെ തന്നെ റെഡിയായി നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കൈനീട്ടൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നതായിരിക്കും. തിരിച്ച് വീട്ടിൽ എല്ലാവരും വരും, നമ്മളെല്ലാവരും കൂടെ കൂടുന്നതായിരിക്കും. സോ ഹാപ്പി വിഷു പറഞ്ഞല്ലേ. സോ ഗൈസ്, നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വിഷുക്കണി. സോ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകും. എനിക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വരുന്നതായിരിക്കും. സോ നമ്മളെല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. നമ്മുടെ ഇവിടെ പൂച്ചക്കുട്ടിയുണ്ട്. വെയിറ്റ് പൂച്ചക്കുട്ടി. ഞാൻ സാധാരണഗതിയിൽ എല്ലാ വർഷവും കാന്തിനും കൂടെ കാണിക്കുന്നത്. ഇപ്രാവശ്യം ധൃതിയായിപ്പോയി അമ്പലത്തിൽ പോയാൽ. അതുകൊണ്ട് എനിക്ക് കാന്തിന വിഷുക്കണി കാണിക്കാൻ പറ്റും. നമുക്ക് കാന്തിന വിഷുക്കണി കാണിക്കാം. ഓക്കെ. റീലൊക്കെ എടുക്കാന്ന് ഇങ്ങനെ വിചാരിച്ചു. നമ്മളപ്പോൾ അതെടുക്കാൻ പോണത്. ശബന ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല ഗൈസ്, കഴിയുന്നില്ല, തീരുന്നില്ല. സാരി കൊടുത്തു മടുക്കുന്നില്ല അയാൾക്ക്. സോ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണല്ലോ. നമ്മൾ എടുക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ആക്ച്വലി ഗൈസ്. അത്യപൂർവ കാഴ്ചകൾ. എന്നിങ്ങനെ നന്ദഗോപൻ അങ്ങയോട് പറഞ്ഞു. പോയി ഗൈസ്. അതന്നെ എന്തൊക്കെയാ നിക്കണം. സോ ഗൈസ്, പ്രതീക്ഷയായിട്ട് വന്നായിരുന്നു. ഇനിയിപ്പോ ബാക്കി എത്തിയിട്ടില്ല, എത്താനുണ്ട്. സമയം പൊക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യൻ എത്തിയിട്ടില്ല. ഇവരുടെയൊക്കെ വിചാരം എന്താണ്? വൈകി വരാന്ന്. വാട്ട് ഇസ് ദിസ് ബിഹേവിയർ? ഇറ്റ്സ് ഓൾമോസ്റ്റ് 11. ബട്ട് അവരാരും എത്തിയിട്ടില്ല. എനിക്കൊന്നും ഫുഡ് കഴിക്കാൻ സമയമ്പോഴേക്കും ഇനിയിപ്പോൾ അവർ വരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ധൃതി പിടിക്കും. പിന്നെ ദശവിന് പിന്നെ കണി കാണിക്കാനായിട്ട് ഞാൻ ഒരു 5 വട്ടം കണി കാണിച്ചു. ഇപ്പോൾ ദശവിനോട് വക കണി. ദശവിന് വേണ്ട പ്രാവശ്യം കണി ഒരുക്കിയത്. ക്യൂട്ട്നെസ് വാരി വെതറുകയാണ് ഗായ്സ്. നിങ്ങളത് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ അടുത്തൊരു വീഡിയോ എടുക്കാൻ പോവുകയാണ്. നമുക്ക് ദശവിനോട് കുറച്ച് വഴക്കൊക്കെ കേട്ടിട്ട് വരാം. സോ ഗൈസ്, 11:30 നിങ്ങൾ ശ്രദ്ധിക്കണം. 11:30 അപ്പോഴാണ് ആദ്യത്തെ ആളെത്താൻ പോകുന്നത്. തീരെ എത്താൻ പോകണം. നമ്മളത് ഗേറ്റ് തുറന്നിടാൻ പറഞ്ഞു. ആദ്യം വന്നവർക്ക് വീട്ടിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാറുള്ളത് നമ്മൾ. പിന്നെ വന്നവർക്ക് നമുക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാറില്ല. സോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം പാർക്കിംഗ് സൗകര്യം. സോ ലെറ്റ് ദം കം. സത്യം പറയില്ല, ഈ വെയിലത്ത് എനിക്ക് എന്നെപ്പോലും കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് അവരെ വെയിറ്റ് ആക്കാം. ഗൈസ്, ശബരി ഫോട്ടോഷൂട്ട് എടുത്ത് കൊതുകുത്തി. ഗൈസ്, അവരെത്തി ഗൈസ്. ഗൈസ്, ഇത് കണ്ടിട്ട് കൃഷ്ണൻ പോലെ തോന്നില്ല. എൻ്റെ കലാവിരുത്. ഞാനൊരു കലാകാരി ആവേണ്ടതായിരുന്നു അല്ലേ ദശവിന്? ലേറ്റ് കമ്പേഴ്സ് ആണ് ഗൈസ്. അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിട്ട് വന്നത്. എന്നൊക്കെ പറഞ്ഞല്ലേ ലേറ്റ് കമ്പേഴ്സ് ആണ്. എന്താണ് നമ്മളൊക്കെ ഒരേ പോലെ ഞങ്ങളൊക്കെ ഒരേ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കണേ. കല്യാണം മണവാട്ടി ആയിട്ടുണ്ട്. സോ ഗൈസ്, സദ്യ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കണേന്ന് എല്ലാവരും.
ഓണത്തിന് നമുക്ക് ഉണ്ടാക്കി കാറ്ററിംഗ് തുടങ്ങിയാലോ ഓരോരുത്തരുടെ കളി തുടങ്ങിയാലേ അങ്ങനെ പറയാൻ പറ്റൂല. നമുക്കൊന്നും ഒരിക്കലും പഠിക്കണം. സോ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കിടപ്പിലായി ഗൈസ്. മാത്രം കിടപ്പിലായി ഗൈസ്. ഇത്ര നേരം ഇയാള് കിടന്നിട്ടിരിക്കണേ അല്ല അപ്പൊ ഞങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. എന്ത് തള്ളവരെല്ലാരും തള്ളുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ തള്ളുകൾ. സോ ഗൈസ് ഇന്നിപ്പോ വേറെ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. നമുക്ക് നോക്കാം. ഗൈസ് നേരത്തെ എന്നെ കിടന്നതിന് വന്നത് ചാരിയതായിരിക്കണം. പോയിട്ട് പറഞ്ഞപ്പോ തന്നെ ചാടി പണികള് ഗൈസ്. കിടക്കൂലെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ചരിഞ്ഞു തുടങ്ങുകയാണ്. ദൃശ്യവിനോദേ ചരിഞ്ഞു. ഇല്ല കിടന്നോ, കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയില്ല. കിടന്നോ, വ്ളോഗിലല്ലേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തൊക്കെയായിരുന്നു. ഓ നമ്മൾ എന്നത്തെ പോലെ ഇപ്രാവശ്യം ദൃശ്യവിനൊക്കെ സർപ്രൈസ് ആയിട്ടോ, സംശയം തോന്നിട്ട് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ കേക്ക് മേടിക്കാൻ പോകുന്നത്. സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന ബിന്ദമ്മേനെ കാണാം നോക്കിപ്പോ. അല്ല പിന്നെ കൈ അവിടെ താങ്ങി വെക്കണം. സിന്ധു വൈകിട്ട് എപ്പോഴാണ് കയറി വന്നത് എന്താല്ലേ. സോ ഗൈസ് പിന്നെ എനിക്കൊരു ക്വിക്ക് ഔട്ട്ഫിറ്റ് ചേഞ്ച് നടത്തേണ്ടായിരുന്നു. ഇവരിപ്പോഴാണ് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞത്. രാവിലെ തൊട്ട് ഒരുങ്ങി നിന്നിട്ട് എനിക്കിപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ തോന്നിയത് എല്ലാവർക്കും കൂടെ. സാധാരണഗതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നെയാണ് ഫോട്ടോ എടുക്കാറ്. പക്ഷെ ഇപ്പോൾ വെറൈറ്റിക്ക് എന്തോ ഫുഡ് കഴിച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ തോന്നിയത്. സോ ഞാൻ കിട്ടിയ അതൊരു ട്രഡീഷണൽ വേണം ഒരു അതുകൊണ്ട് ഇതെടുത്തിട്ടു. സോ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേജ് സൈഡ് പകുതി നിൽക്കുന്നു. ഫസ്റ്റ് സ്റ്റേജ് ഇത് ആക്ച്വലി സെക്കൻഡ് സ്റ്റേജ്. അവിടെ ഒരു റൂമിൽ നിന്ന് ഇനി ഹോളിൽ നിന്ന് ഇത് ഇവിടെ എത്തി. ഇനി അടുത്തത് പുറത്താണ്. സിറ്റ് ഔട്ടിലിരുന്നിട്ട് നിങ്ങൾ എൻ്റെ കല്യാണ വ്ളോഗ് കണ്ട മനസ്സിലാവും. ആയിട്ടൊരു മഴക്കാറൊക്കെ. നമ്മൾ കാന്തിനെ കൂട്ടാത്തതില്ല. This is a Gunama's birthday. But we will be back today. Birthday to you. Happy birthday to you. Happy birthday dear Krishna. Happy birthday to you. ഗൈസ് ബർത്ത്ഡേറ്റ് ദൃശ്യാഭിനയ്ക്ക് സിദ്ധു സമ്മാനം കൊടുത്തു. സോ ഗൈസ് നമ്മൾ പിന്നെയും ഔട്ട്ഫിറ്റ് ചേഞ്ച് നടത്തില്ലാരും. എന്നിട്ട് ഇനി നമ്മൾ വോക്വേയിലേക്ക് പോകുകയാണ്. അവിടെ വോക്വേയിലേക്ക് അതായത് നമ്മൾ അവിടെ പോയി വെറുതെ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. BOT പാലത്തിന്റെ അവിടെയുള്ള വോക്ക് വേ.
ഇവരറിഞ്ഞിട്ട് വരാനൊന്നും പോണില്ല കൊണ്ട്. സോ ലെറ്റ്സ് ഗോ. വഴി മാറിപ്പോന്നൊരു കുട്ടി ഗൈസ്. സോ ഗൈസ് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി വോക്ക് വേയിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ വേണ്ടി വെയിറ്റിംഗ് ആണ്, അവരാരും എത്തിയിട്ടില്ല. സോ ഞാൻ സംഭവം ഋഷഭിന്റെ ബർത്ത്ഡേ നാളെയാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. 15-നാണ്, 14-നല്ല. സോ ഗൈസ് അങ്ങനെ അവര് നടന്ന് നമ്മൾ ഇവരെ കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തോരം നടത്തറിയും. അയച്ചില്ലെങ്കിൽ എന്താ അയച്ച വ്ളോഗിലുണ്ട് ഗൈസ്. മമ്മീനെ ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോഴ് സോ ഗൈസ് അപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ കാറ് വെച്ചേക്കണം അങ്ങോട്ട് നടക്കാൻ പോവുകയാണ്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങി വാക്ക് വേയിൽ വന്ന് 2 പാലത്തിന്റെ സൈഡിലൊരു എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ? ഇത് ഒരു 1.5 കിലോ അത്ര ഉള്ള കിലോമീറ്ററിന്റെ ഒരു വാക്ക് വേയിൽ വന്നിട്ട് 2 സൈഡിൽ പാർക്ക് ചെയ്തിട്ട് സെന്ററിൽ വന്ന് മീറ്റ് ചെയ്ത് ഇപ്പൊ തിരിച്ച് നടന്നു പോയി. ഇനി തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ അവിടെ വെച്ച് പിന്നെ കൂട്ടിമുട്ടുന്നതായിരിക്കും. മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. നമ്മളതിനു വേണ്ടി ബർത്ത്ഡേ ആണ്. അപ്പോൾ രാത്രിയായി, എല്ലാവരും വീട്ടിൽ പോയി. പക്ഷേ ബിന്ദമ്മൻ നമുക്ക് എൻ്റെ കുട്ടീൻ്റെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം വീട്ടില് സ്റ്റേ ഇരിക്കുകയാണ്. ഓ നിങ്ങൾ കാണും ദിശബിനെ സ്വന്തമായിട്ട് ബർത്ത്ഡേക്ക് മേടിച്ച ഉച്ചവിടെ കാണിക്കും. സോ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.